അങ്ങനെ ആന്റണി എജിസ് ജോർജ്, ഇപ്പോൾ എഴുത്തുകാരൻ KC നാരായണൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ KC നാരായണൻ, അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ഒരു ആൾ എന്ന നിലയിൽ എങ്ങനെയാണ് അദ്ദേഹത്തോടൊപ്പമുള്ള ഓർമ്മകളെ പങ്കുവെക്കാനാവുക? ഞാൻ 1969 MK സാനുവിനെ കാണുന്നത്. അദ്ദേഹം വിക്ടോറിയ കോളേജിൽ ഒരു പ്രസംഗത്തിന് വന്നതായി. പ്രസംഗത്തിൽ അദ്ദേഹത്തെ കൂടാതെ വേറെ CN ശ്രീകണ്ഠൻ നായർ മുതൽക്ക് മേതിൽ രാധാകൃഷ്ണൻ വരെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അതിൽ MK സാനുവിന്റെ പ്രസംഗമാണ് എന്നെ പ്രചോദിപ്പിച്ചതെന്ന് പറയാം. അദ്ദേഹം നാടകത്തിനെ പറ്റിയാണ് സംസാരിച്ചത്. നാടകം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനെ പ്രധാന നാടകകൃത്തുക്കളായിട്ട് അദ്ദേഹം പറയുക എപ്പോഴും ഇബ്സനാണ്. പക്ഷെ ഇബ്സന് പകരം ഇബ്സന്റെ സമകാലികനായ സ്ട്രിൻബർഗ് എന്ന് പറയുന്ന നാടകകൃത്തിനെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞത്. ആ നാടകകൃത്തിനെ പറ്റി ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ അന്ത്യയാത്ര അങ്ങനെ പറഞ്ഞ് ഒരു വലിയ വൈകാരികമായ ഒരു ക്രസൻഡോയിൽ ചെന്നിട്ട്, ഒരു മൂർധന്യത്തിൽ ചെന്നിട്ട് നിൽക്കുന്ന മട്ടിൽ ആ പ്രസംഗം ഇങ്ങനെ വളർന്ന് വന്ന് ഉജ്ജ്വലമായ ഒരു സാഹിത്യ അനുഭൂതിയായിട്ട് അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തോന്നി. ഇങ്ങനെ പ്രസംഗ വൈഭവം എന്നുള്ള ഒരു രീതിയിലാണ്, പ്രസംഗ വൈഭവമുള്ള ഒരാള് എന്നുള്ള രീതിയിലാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യം പരിചയപ്പെടുന്നത്. പിന്നീട് മലയാള മനോരമയുടെ ഒരു പരിപാടിക്ക് അദ്ദേഹത്തിനെ ക്ഷണിച്ചു. അപ്പൊ വൈകുന്നേരമായി, രാത്രി 10 മണിക്കാണ് വണ്ടി. അപ്പൊ ഞാൻ 7 മണി മുതൽക്ക് അദ്ദേഹത്തിനെ പരിചരിക്കാനുള്ള ചുമതല എനിക്കുണ്ടായിരുന്നു. അപ്പോ പിന്നെ കാണുന്നത് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ ഇരിക്കുന്നതാണ്. ഞങ്ങൾ പരസ്പരം ഇരുന്ന് സംസാരിക്കുന്നതാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹം വളരെ വിനയാന്വിതനും അതാ എന്തൊരു ലാളിത്യം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ സാറിന്റെ ഈ പ്രസംഗം 69 കേട്ടതാണ്, നാടകത്തിനെ പറ്റിയായിരുന്നു. ഇപ്പൊ നാടകത്തിൽ സാറ് അയനസ്കോ, ബക്കറ്റ് തുടങ്ങിയ പുതിയ ആളുകളെ ഒക്കെ നന്നായിട്ട് വായിച്ചിട്ടുണ്ടല്ലോ. അതിൽ ഏത് നാടകകൃത്താണ് അങ്ങേക്ക് ഏറ്റവും അധികം സ്വാധീനമായിട്ട് തോന്നിയിട്ടുള്ളത്? അപ്പോ അദ്ദേഹം വിനയാന്വിതനായിട്ട് പറയും, ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന അത്രയും നാടക പണ്ഡിതനല്ല, ഞാൻ കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ, അതിന്റെ ബലത്തിലാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് എന്തൊരു വിനയം, എന്തൊരു ലാളിത്യം. അദ്ദേഹത്തിന് വേണമെങ്കിൽ താൻ വലിയ നാടക പണ്ഡിതനാണ് എന്നുള്ള ഭാവേനയൊക്കെ പറയാം. പക്ഷെ അതൊന്നും അദ്ദേഹം പറയുന്നില്ല. അത് അദ്ദേഹത്തിന് ഞാൻ അത്രയ്ക്കൊന്നും നാടക പണ്ഡിതനൊന്നല്ല എന്ന് ലാളിത്യവും വിനയവും ചേർന്ന് എന്നെപ്പോലൊരു എത്രയോ ജൂനിയറായ ഒരാളോട് അങ്ങനെ പറഞ്ഞിട്ടാണ് അദ്ദേഹം തുടങ്ങിയത്. പിന്നെ വേറൊരു സന്ദർഭത്തിൽ ഈ എറണാകുളത്തൊരു യോഗത്തിൽ അദ്ദേഹം സംസാരിക്കുന്ന, ചെറു യോഗത്തിൽ അദ്ദേഹം സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അത് ഒരു 10-20 ആളുകൾ മാത്രമുള്ളൊരു യോഗമാണ്. അത് ഈ M ഗോവിന്ദന്റെ ഒക്കെ ഒരു സദസ്സിൽപ്പെട്ട, സംഘത്തിൽപ്പെട്ട ഒരാളായിരുന്നു MK സാൻ. അന്ന് ഗോവിന്ദൻ അന്ന് വന്നില്ല. പക്ഷെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന ഒരു ആലോചനാ യോഗമാണ്. അപ്പൊ സ്വാതന്ത്ര്യത്തിനെ പറ്റിയിട്ടും ഒക്കെയാണ് അന്ന് സംസാരിച്ചത്. അത് അന്നും സൗമ്യമായിട്ടും ഒട്ടും ആവേശഭരിതനാൽ ആക്കാതെയും അങ്ങനെ വിവേകത്തിന്റെ ഭാഷയിൽ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരാൾ. അദ്ദേഹത്തിന്റെ എഴുത്താണെങ്കിൽ അദ്ദേഹം ജീവചരിത്രങ്ങളാണ് എഴുതിയിട്ടുള്ളത്. അത് ശ്രീനാരായണ ഗുരു മുതൽക്ക് എത്രയോ ആളുകൾ, M ഗോവിന്ദൻ വരെയുള്ള ഒരുപാട് ആളുകളുടെ ജീവചരിത്രം അദ്ദേഹം എഴുതി. ആൽബർട്ട് ഷെറ്റ്സർ മുതൽക്ക് ഈ M ഗോവിന്ദൻ വരെയുള്ള ഒരുപാട് ആളുകളുടെ ജീവചരിത്രം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോ എന്താണ് ജീവചരിത്രം എഴുതാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മഹത്വമുള്ള ആളുകളെ നേരിൽ കണ്ട ഒരു അനുഭവം ആ വായനക്കാരിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ ഈ ജീവചരിത്രങ്ങളിലൂടെ ഉദ്ദേശിക്കുന്നത്. അത് സാധിച്ചോ ഇല്ലയോ എന്നുള്ളത് വായനക്കാരനാണ് നിശ്ചയിക്കേണ്ടത്. പക്ഷെ എൻ്റെ ഉദ്ദേശം എന്നുള്ളത് മഹത്വം എന്നുള്ള ആശയം, അത് ശ്രീനാരായണ ഗുരു ആയാലും ശരി, ആൽബർട്ട് ഷിറ്റർ ആയാലും ശരി, മഹത്വം എന്നൊരാശയം, ഒരു വൈകാരിക അനുഭൂതി, അത് വായനക്കാരിൽ എത്തിക്കുകയാണ് എൻ്റെ രചനകളുടെയും അതുപോലെ എൻ്റെ പ്രസംഗങ്ങളുടെയും ഒക്കെ ഒരു അന്തിമ ലക്ഷ്യം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇതാണ് ഈ മഹത്വത്തിന്റെ സന്ദേശം കേരളത്തിലെ വായനക്കാർക്ക്
കൊടുക്കുക എന്നുള്ളതാണ് തന്റെ ജീവിത ഉദ്ദേശമായിട്ട് എം കെ സാനു മാഷ് കണ്ടിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം.